ആ ശാന്തി ദേവാലൊക്കെ കഴിഞ്ഞു. അതെ അതെ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറി ശുദ്ധായി കഴിക്കാൻ ശുദ്ധമാണോ? പിന്നെ എല്ലാരും കഴിക്കായി. അതെ. അപ്പൊ നമ്മൾ സ്പെഷ്യൽ ദോശ അമ്മായി ഉണ്ടാക്കിയത് അതൊക്കെ അടുപ്പത്ത്. അമ്മായി ഞാനും ഉണ്ടേ. നിന്നെ പറയത്ത് അമ്മുണ്ട്. അമ്മായി പറഞ്ഞു നിന്നെ. അമ്മയാണ് നിന്നെ പറയത്ത്. അമ്മൂനോടെ മാറ്റി വെച്ചതായിരുന്നു. അതെ അതെ അതെ. പിന്നെ വേറെ ആരുണ്ട് പിള്ളമാരില്ലാണ്ട് ഒച്ചയും പകർന്നു. അതെ അതെ അതെ. അവര് സ്കൂളിൽ പോയി. തമ്മ തല്ലുന്നത് കേൾക്കുന്നില്ല. മറ്റേത് അവര് ഒച്ച കേട്ടിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു. അതെ. ചായ ഏതായാലും ഒരു ഗ്ലാസ് ഇക്കി ആയിക്കോട്ടെ. നല്ല ചായ ഉണ്ടപ്പോഴേ സാമ്പാർ കൂട്ടി ഒരു പിടി പിടിക്കുക. ദോശയും സാമ്പാറും ആണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? പൊടി മാത്രം, സാമ്പാർ പൊടി മുത്തശ്ശിയുടെ സ്പെഷ്യൽ മാത്രം ഇട്ടിട്ടുള്ള. മുളക് വേണ്ടവർക്ക് എടുക്കാം. ഞാൻ ഉണ്ടാക്കിയപ്പോഴേ അമ്മ പറഞ്ഞു അമ്മ ഒന്ന് കഴിച്ചു നോക്കുക. ഞങ്ങള് അടുപ്പത്ത് പിന്നെ ചൂട് അപ്പൊ നല്ല റോസ്റ്റുകളായിരുന്നു. ഞാൻ ഒരു മുളകും സാമ്പാറൊക്കെ ആയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ അമ്മായിയോട് പറഞ്ഞു ഞാൻ 2 എണ്ണം കഴിച്ചു കിട്ടാ പാർവതി. അപ്പൊ ഇനി ഒന്ന് എനിക്ക് വേണ്ട, ഞാൻ 3 എണ്ണം പറഞ്ഞിരുന്നേ. അപ്പൊ വേണം തോന്നുന്നില്ല. പിന്നെ ഗുളിക കഴിച്ചു. ഗുളിക കഴിക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പൊ അവര് 3 ആളാണ് കഴിക്കാനുള്ളത്. എന്തായാലും നന്നായി. ദോശ നല്ല സ്വാദുണ്ടായിരുന്നു. ഇത് മുത്തശ്ശിക്ക് CC ഡ്രസ് സിജു ചേച്ചി ഫസ്റ്റ് കൊടുത്ത സെറ്റ്. അതെ അതെ. എപ്പോഴും അതിനൊരു കേടില്ല കേട്ടോ. ഇപ്പൊ പിറന്നാളിന് സെറ്റ് കൊണ്ട് അയച്ചു തന്നിട്ടും അതിനും കൂടെ പ്രൊമോഷനാണ് കടയുടെ എന്നാ പറയണത്. എന്താ ചെയ്യാ? ആർക്കും ഇപ്പൊ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അയക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഫുൾ പ്രൊമോ. അല്ല നന്നായി, നമ്മളത്രയും ഇതായതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറയണത്. പറഞ്ഞോട്ടെ. ഇടിച്ചൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണോ അമ്മേ? ഇതിലിട്ടിട്ടില്ല. ഞാൻ അമ്മയല്ലേ പറഞ്ഞു ഇടിച്ചൊക്കെ ഇട്ടുള്ള സാമ്പാർ. ഞാൻ എന്താ പറയാ, ഇടിച്ചക്കി പിന്നെ ചെറിയ ഉള്ളിയും കൂടി തക്കാളി മാത്രം ഇട്ടിട്ട് സാമ്പാറൊക്കെ അയച്ചു. പക്ഷെ ബാക്കി കഷ്ണൊക്കെ ഉണ്ടായപ്പോ പിന്നെ അത് ഉപ്പേരിയാണ് എല്ലാവർക്കും ഇവിടെ നല്ല ഇഷ്ടമായി. അപ്പൊ അത് കുറച്ച് നല്ലോണം ഇത് അതൊക്കെ നോക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വേണ്ടു ാക്കി വെച്ചു. നോക്കട്ടെ, കാണിക്കൂ. ഇത് നോക്കിയാ മതിയില്ലേ? ഉപ്പേരി ആയി കഴിഞ്ഞാ പിന്നെ നമുക്ക് സ്പെഷ്യൽ പാവയ്ക്ക ചുട്ടരച്ച ചമ്മന്തി. അല്ല മുത്തശ്ശി. അതെ. വീട്ടിലെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് നമ്മൾ വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂറും നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ എൻചാൻസലറിൻ്റെ ഈ ഒരു യെല്ലോ ഈ ഒരു വേരിയൻസ് ഉള്ള ഈ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. നമ്മളിത് കുറേ നാളായിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ലിങ്ക് മേലെ ടാഗ് ചെയ്ത് കൊടുക്കുക. സൂപ്പറാ.